നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വിധി അറിയാനുള്ള വലിയ കാത്തിരിപ്പിലാണ് രാജ്യം. ജൂൺ 4-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം. ഇക്കുറി 400 സീറ്റിന് മുകളിൽ നേടി തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് NDA ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അവകാശവാദം. ഇക്കുറി BJP രാജ്യത്താകെ 430 സീറ്റുകളിലാണ് മത്സരിച്ചിട്ടുള്ളത്. ഈ വിജയം സ്വപ്നം കാണുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം സഖ്യകക്ഷികളുടെ പ്രകടനവും തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. NDAയുടെ സഖ്യകക്ഷികളെയും വിവിധ സംസ്ഥാനങ്ങളിൽ അത് എങ്ങനെയൊക്കെ അവർക്ക് ഗുണകരമാകുമെന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 10 സംസ്ഥാനങ്ങൾ തന്നെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നമുക്കറിയാം, ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യത്തിലാണ് BJP ആന്ധ്രാപ്രദേശിൽ പോരിനിറങ്ങിയിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് മത്സരിക്കേണ്ടി വന്നു. അന്ന് സംസ്ഥാനത്ത് നിലം തൊടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല. വെറും 1% വോട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ആന്ധ്രാപ്രദേശിൽ BJPക്ക് നേടാൻ സാധിച്ചത്. ഇത്തവണ NDA സഖ്യത്തിൽ TDP 17 സീറ്റിൽ മത്സരിക്കുമ്പോൾ BJP 6 സീറ്റിലും ജനസേന പാർട്ടി 2 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഈ സഖ്യം ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് 18 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കണക്ക് കൂട്ടുന്നത്. അടുത്ത സംസ്ഥാനം കർണാടകമാണ്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം കർണാടകം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റുകളിൽ 25 വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ JDSുമായിരുന്നു വിജയിച്ചത്. ഇക്കുറി ഇവിടെ JDSുമായി സഖ്യത്തിലാണ് BJP മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം. 25 സീറ്റിൽ BJP 3 JDSുമാണ് മത്സരിക്കുന്നത്. കോലാർ, ഹസൻ, മാണ്ഡ്യ മണ്ഡലങ്ങളിൽ മാത്രമേ JDSന്റെ സാന്നിധ്യം ഇക്കുറിയുള്ളൂ. BJP ഇക്കുറി ഇവിടെ വിജയം ആവർത്തിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അടുത്ത സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള അവകാശവാദം തുടക്കം മുതൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BDJS പാർട്ടിയുമായുള്ള സഖ്യത്തിലാണ് കേരളത്തിൽ BJP മത്സരത്തിനിറങ്ങിയത്. BJP 14 സീറ്റുകളിലും BDJS 4 സീറ്റുകളിലുമാണ് സംസ്ഥാനത്ത് മത്സരിച്ചത്. സംസ്ഥാനത്ത് കുറഞ്ഞത് 2 സീറ്റുകളിലെങ്കിലും തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. അടുത്ത സംസ്ഥാനം തമിഴകമാണ്. തമിഴ്നാട് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെ തന്നെ ബാലികേറ മലയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ AIDMKയുമായി സഖ്യത്തിലായിരുന്നു BJPയുടെ മത്സരിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ഒരു ചലനങ്ങളും BJPക്ക് തമിഴകത്ത് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യമില്ല എന്ന് നമുക്കറിയാം. പകരം തമിഴ് മാനില കോൺഗ്രസ്, പട്ടാളി മക്കൾ കക്ഷി, അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് BJP മത്സരത്തിനിറങ്ങിയത്. ഇന്ത്യൻ മക്കൾ കൽവി മുന്നേറ്റ കഴകം, പുതിയ നീതി കക്ഷി, തമിഴക മക്കൾ മുന്നേറ്റ കഴകം എന്നീ പാർട്ടികൾ താമര ചിഹ്നത്തിലാണ് സംസ്ഥാനത്ത് മത്സരിച്ചത് എന്നത് BJPക്ക് വലിയ രീതിയിലുള്ള ശുഭപ്രതീക്ഷകൾ സമ്മാനിക്കുന്നുണ്ട്. ഇനി ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. 80 സീറ്റുകളുണ്ട്. ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നുവോ അവർ തന്നെയായിരിക്കും രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്നുള്ള വിശ്വാസം കാലാകാലങ്ങളായി അരക്കിട്ടുറപ്പിച്ചതുമാണ്. ഉത്തർപ്രദേശിൽ അപ്നാദൾ SRLD, അതിനോടൊപ്പം നിഷാദ് പാർട്ടി, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, JDU എന്നീ പാർട്ടികളാണ് BJPക്കൊപ്പം NDA സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളാണ് BJP നേടിയത്. NDAക്ക് 71 വിജയിക്കാൻ സാധിച്ചിരുന്നു. ഇക്കുറിയും ഉത്തർപ്രദേശിൽ NDA വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സഖ്യകക്ഷികളിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് BJP ഇക്കുറി അവിടെ മുന്നോട്ട് പോകുന്നത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിൽ. ശിവസേന ഷിൻഡേയ്ക്കും അജിത് പവാറിന്റെ NCPക്കും ഒപ്പം ചേർന്നാണ് BJP മത്സര രംഗത്തുള്ളത്. BJP 28 സീറ്റിലും ശിവസേന 15 സീറ്റിലും NCP 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 1 സീറ്റിൽ സ്വതന്ത്രന് പിന്തുണ നൽകുന്നുമുണ്ട്. 2019 BJPയും പിളർപ്പിന് മുമ്പുള്ള ശിവസേനയും സഖ്യത്തിലായിരുന്നു മത്സരിച്ചത്. അന്ന് BJPക്ക് 23 സീറ്റുകളും ശിവസേനയ്ക്ക് 18 സീറ്റുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. UPAക്ക് 5 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. NCPയിലെയും ശിവസേനയിലെയും പിളർപ്പ് BJP എങ്ങനെ തുണയ്ക്കുമെന്നുള്ള വലിയ ചോദ്യം മഹാരാഷ്ട്ര ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫലം എല്ലാ പാർട്ടികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നുമുണ്ട്. അടുത്ത സംസ്ഥാനം ബീഹാറാണ്. 40 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. ഇവിടെ JDU സഖ്യത്തിലേക്ക് തിരികെ എത്തിയത് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 400 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPയെ സംബന്ധിച്ചിടത്തോളം JDUവിനെ മറികണ്ഠം ചാടിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ സാഹചര്യത്തിൽ പടുകൂറ്റൻ വിജയം തന്നെയാണ് BJP ബീഹാറിൽ സ്വപ്നം കാണുന്നത്. NDAയിൽ BJP 17 സീറ്റുകളും JDU 16 സീറ്റുകളിലും LJP 5 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. മാത്രമല്ല HAM, RLM പാർട്ടികൾ ഓരോ സീറ്റിലും ഇവിടെ മത്സര രംഗത്തുണ്ട്. അടുത്ത സംസ്ഥാനം അസമാണ്. അസമിൽ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി, ലിബറൽ, അസം ഗണ പരിഷത്ത് എന്നിവരുമായി ഇക്കുറിയും സഖ്യത്തിൽ തന്നെയാണ് BJP പോരാടുന്നത്. സംസ്ഥാനത്താകെ 14 സീറ്റുകളുണ്ട്. ഇതിൽ 13 തങ്ങൾ സ്വന്തമാക്കുമെന്നുള്ള വിശ്വാസവും NDAയ്ക്കുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നാഗാലാൻഡിൽ NDPP, മേഘാലയയിൽ NPP, അതിനോടൊപ്പം മണിപ്പൂരിൽ NPF എന്നീ പാർട്ടികളുമായി ചേർന്നാണ് BJP മത്സര രംഗത്തുള്ളത്. ഇനി ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൗതുകമുണ്ട്. ലക്ഷദ്വീപിൽ NCP ആണ് BJP പിന്തുണയ്ക്കുന്നത്. ഇവിടെ TP യൂസഫ് ആണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട്
രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങളിലെ ഒക്കെ പ്രധാനമായും ഈ 10 സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികളും 400 സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതുണ്ട്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നതും. ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സഖ്യകക്ഷികളുടെ പ്രകടനം എങ്ങനെയാവും എന്നതുകൂടി തീർച്ചയായും അവർ ലക്ഷ്യം വെക്കുന്ന വലിയ സ്വപ്നത്തെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. സഖ്യകക്ഷികൾ മികച്ച പ്രകടനം നടത്തുമെന്നുള്ള വിശ്വാസം BJPക്ക് ഉണ്ട് താനും. അവസാന നിമിഷം JDU ഉൾപ്പെടെ തങ്ങൾക്കൊപ്പം വന്നത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന വലിയൊരു പരീക്ഷണം, ഇതൊക്കെയും വലിയ കൗതുകം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.